ഹായ് മക്കളെ, 11ഓളം ചാപ്റ്റേഴ്സാണ് +2 ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. എല്ലാ കോൺസെപ്റ്റുകളും മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് വെക്കുക അല്ലെങ്കിൽ ബൈഹാർട്ടാക്കി പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ 2 കോൺസെപ്റ്റുകളാണ് നമ്മളിന്ന് ഒരു ട്രിക്കിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ എൻ്റെ മക്കളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം 16ഓളം പ്രിൻസിപ്പിൾസ് ഇങ്ങനെ ആലോചിച്ച് വെക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഈ ഒരു 14 പ്രിൻസിപ്പിൾസ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കതിന് പഠിച്ചാലോ? യെസ്, അതിനൊരു കോഡുമായിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. സോ കോഡ് എന്താണ്? ഡാഡ് UCUSSR OIC എന്ന കോഡ് സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, 14 പ്രിൻസിപ്പിൾസ് പുഷ്പം പോലെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ D stands for division of work, A stands for authority and responsibility, and D for disciplines, that is DAD. ഇനി U unity of command, C for centralization and decentralization. അടുത്തത് and U for unity of direction, S for subordination of individual interest to general interest. അതേപോലെ S scalar chain, R remuneration of employees, and O for order, I for initiative, S for stability of personnel, and E for equity, and E for esprit de corps. സോ ഇത്രയും പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് ഡാഡ് UCUSSR OIC എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാമിന് എഴുതാൻ വേണ്ടി പറ്റും. ഉറപ്പായിട്ട് ഒരു എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾക്കായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഏതാണ് കോൺസെപ്റ്റ്? ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ടൊരു ഷോർട്ടേജ് രീതിയിലൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. പക്ഷേ ഇതിലുള്ള ചില ടേംസുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൈൻഡിലോട്ട് നിൽക്കില്ല. ചില കോൺസെപ്റ്റുകളാണെങ്കിൽ ഇപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി എന്നൊക്കെ പറയുന്ന പോലത്തെ ടെക്നിക്കുകൾ മനസ്സിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കാത്ത പ്രശ്നം പലർക്കും ഉണ്ടായിരിക്കും. സോ ആ പ്രശ്നങ്ങൾ നമ്മൾ എന്താക്കാൻ വേണ്ടി പോവാണ്? സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കോഡിലൂടെ നമുക്ക് എന്താക്കാം, ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. സോ ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. മൈ സ്വീറ്റ് സിമ്പിൾ മദർ ആൻഡ് ഫാദർ ടോട്ട് ടൈലേഴ്സ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്സ് പഠിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ നോക്കിക്കേ, മോഷൻ സ്റ്റഡി, ദാറ്റ് ഈസ് M, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, അതായത് S&S, മെത്തേഡ് സ്റ്റഡി M, ഫാറ്റിക് സ്റ്റഡി, ദാറ്റ് ഈസ് ഫാദറുടെ F. ഇനി ടൈം സ്റ്റഡി, ടോട്ടിൻ്റെ T, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, ദാറ്റ് ഈസ് D, ആൻഡ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ദാറ്റ് ഈസ് F ഫോർ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കീവേഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഈ 2 ചോദ്യത്തിന് ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ കോൺസെപ്റ്റുകളും ഇതേപോലെയുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഇതേപോലെ ട്രിക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് +2 ബിസിനസ് സ്റ്റഡീസ് പഠിക്കേണ്ടത്. സോ നമുക്ക് തകർത്ത് പഠിക്കാം. മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ നമ്മൾ കൂടെ ഉണ്ടാകും. ഹോൾ സൈലം കൊമേഴ്സ് ടീം നിങ്ങളോടൊപ്പം ഉണ്ടാകും. സോ സ്റ്റേ ട്യൂൺ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ BK ഫ്രം സൈലം ലേണിംഗ്.